ബദ്രിനാഥ് ക്ഷേത്രത്തിൽ ശംഖിന്റെ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ക്ഷേത്രത്തിൽ ശംഖ് മുഴക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. മതപരമായ ആചാരങ്ങൾക്കൊപ്പം ശാസ്ത്രീയ യുക്തിയെയും ക്ഷേത്രം പരിഗണിക്കുന്നുവെന്നതിന് തെളിവാണ് ഈ നിയന്ത്രണമെന്ന് അവിടെയുള്ള പുരോഹിതൻ പറയുന്നു. ശംഖ് മുഴക്കുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ ചുറ്റുമുള്ള പർവ്വത പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിന് കാരണമാകുന്നുവെന്നാണ് പ്രാദേശികമായി വിശ്വസിക്കപ്പെടുന്നത്. ഈ വിശ്വാസം നമ്മുടെ പാരമ്പര്യങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. ഭക്തരും നാട്ടുകാരും ഇത് ഗൗരവമായി കാണുന്നു. ബദ്രിനാഥിലേക്ക് തീർത്ഥാടകർ ഒഴുകിയെത്തുമ്പോൾ അത്തരമൊരു ചെറിയ പ്രവർത്തികൾ പോലും വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കിയേക്കാമെന്ന കരുതലിലാണ് ഈ നിയന്ത്രണങ്ങൾക്ക് അടിസ്ഥാനമെന്നും അവർ പറയുന്നു. പ്രധാന ക്ഷേത്രമൊഴികെ ബദ്രിപുരിയുടെ പ്രധാന ഭാഗങ്ങൾ ഹിമപാത സാന്നിധ്യ ഏറിയ മേഖലകളാണെന്നും പരിസ്ഥിതി പ്രവർത്തകനും ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവുമായ ചാന്ദി പ്രസാദ് ഭട്ട് പറയുന്നുണ്ട്. മുൻകാലത്ത് ഓരോ പതിറ്റാണ്ടിലും ബദ്രിനാഥിൽ മണ്ണിടിച്ചിൽ മൂലം വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 2014 ബദ്രിനാഥിലെ നാരായൺ പർവ്വത പ്രദേശത്തുണ്ടായ വലിയ ഹിമപാതം കനത്ത നാശനഷ്ടമാണ് വിതച്ചത്. മണ്ണിടിച്ചിൽ ബദ്രിപുരിയിലെ മാത്രമല്ല മനയിലെയും പരിസര ഗ്രാമങ്ങളിലെയും ഒട്ടേറെ ജീവഹാനിയും സ്വത്തുവകകളുടെ നാശനഷ്ടത്തിനും കാരണമായിട്ടുണ്ട്. അതേസമയം ബദ്രിനാഥിൽ അഭിഷേക ചടങ്ങിനായി ശംഖ് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ പ്രതിഷ്ഠയിൽ അർപ്പിക്കുന്ന വഴിപാടുകൾ വിശുദ്ധീകരിക്കാനും ഇത് ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും ഇവിടെ ശംഖ് ഊതുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ബദ്രിനാഥ് മുതൽ മന വരെയുള്ള മുഴുവൻ താഴ്വരയും അതീവ ദുർബലമാണെന്നും മുതിർന്ന ശാസ്ത്രജ്ഞരും പറയുന്നുണ്ട്. മുമ്പ് ഈ പ്രദേശത്ത് മനുഷ്യ സാന്നിധ്യം വളരെ കുറവായിരുന്നു. മഞ്ഞുമൂടിയ കൊടുമുടികളിലെ പ്രകമ്പനങ്ങൾ തടയുക എന്നതാണ് ബദ്രിനാഥിൽ ശംഖ് മുഴക്കുന്നത് നിരോധിച്ചതിനു പിന്നിലെ ശാസ്ത്രീയ കാരണമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.